കൊച്ചിയിലെ മെട്രോ സർവീസിൽ ഒരു തടസ്സം നേരിടുന്നു. ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിന് MG റോഡ് സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും സാങ്കേതിക തകരാറുണ്ടായി എന്നതാണ് പ്രശ്നം. സ്നേഹമോൾ നൈനാൻ വിവരങ്ങളുമായിട്ടുണ്ട്. സ്നേഹ, ഇപ്പോൾ സർവീസ് എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണോ? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ദിവിഷ, അല്പസമയം മുമ്പാണ് ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറയിലേക്ക് പോവുകയായിരുന്ന ഒരു മെട്രോ ട്രെയിന് MG റോഡ് എത്തിയപ്പോഴേക്കും ഒരു സാങ്കേതിക തടസ്സം നേരിട്ടത്. ഈ ട്രെയിന് മറ്റൊരു ട്രെയിൻ കെട്ടിവലിച്ച് ഈ ട്രെയിൻ മുട്ടത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മറ്റ് സർവീസുകൾ നടക്കുന്നുണ്ട്, പക്ഷേ അതത്ര വേഗത്തിലല്ല എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മെട്രോ ട്രെയിൻ സാധാരണഗതിയിൽ മണിക്കൂറിൽ 28.8 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇപ്പോൾ മറ്റ് ട്രെയിനുകൾ 10 കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് സഞ്ചരിക്കുന്നത്. സർവീസ് നിർത്തിവെച്ചിട്ടില്ല, പക്ഷേ അതിലൊരു തടസ്സം നേരിട്ടതുകൊണ്ട് സർവീസിന് താമസമെടുക്കുന്നു, ട്രെയിനുകൾ നീങ്ങാനൊരു താമസമെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തകരാറിലായ ട്രെയിൻ മറ്റൊരു ട്രെയിൻ വെച്ച് കെട്ടിവലിച്ചുകൊണ്ട് മുട്ടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. മുട്ടത്ത് മാത്രമാണ് 3 പ്ലാറ്റ്ഫോമുകളുള്ളത്. അതുകൊണ്ട് മുട്ടത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഉടൻ തന്നെ ഈ ഒരു തടസ്സം പരിഹരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ട്രെയിനിന് സാങ്കേതിക തകരാറുണ്ടായതിനെ തുടർന്നാണ് കൊച്ചി മെട്രോയിൽ തടസ്സം നേരിടുന്നത്. ആ സാങ്കേതിക തകരാർ വന്ന ട്രെയിനിനെ മുട്ടത്തെ സ്റ്റേഷനിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്.